ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ ഉണ്ടാക്കിയാലോ? കുറേ നാളിന് ശേഷമായിട്ട് നമുക്ക് കപ്പ കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വെച്ചു നല്ല അടിപൊളിയായിട്ടൊരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന്. ഞാൻ ഈ കപ്പ എന്ന് പറഞ്ഞ സംഭവത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ കൊള്ളിക്കിഴങ്ങെന്നും പറയാറുണ്ട് കേട്ടോ. അതിൽ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, കപ്പ, അതുപോലെ തന്നെ ടാപ്പിയോക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടാറുണ്ട്. നിങ്ങൾ എന്താണ് അതിനെ വിളിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നല്ല കപ്പയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അധികം വാടാത്ത കപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള ബ്രൗൺ കളർ തൊലി, അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെള്ള കളർ കോട്ടിംഗ് ഉണ്ട്, അതും രണ്ടും കൂടി റിമൂവ് ചെയ്യണം കേട്ടോ. ഫൈനലി ഇതുപോലത്തെ ലുക്കിലാണ് നമുക്ക് ആ ഒരു കപ്പ വേണ്ടത്. നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അത് നന്നായിട്ടൊന്ന് ചെത്തിയിടുക, അതായത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തറച്ചിടണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കപ്പ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. കപ്പയിൽ നല്ല ഷുഗർ ഉള്ളതാണ്, അപ്പോൾ നന്നായിട്ടൊന്ന് 2-3 വട്ടം കഴുകി കളയാം. അതിൻ്റെ വെള്ള കളറിൽ ആ വെള്ളമൊക്കെ ഒന്ന് കഴുകി ഒന്ന് മറിച്ച് കളയാം കേട്ടോ. അതിനുശേഷം ഞാനത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഞാൻ നല്ല കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും കപ്പ വേവിക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ നോക്കുക കേട്ടോ. കാരണം എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും കപ്പയുടെ മുകളിൽ വരെ വെള്ളം വെക്കണം കേട്ടോ. ഞാനിപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3 വിസിൽ മതിയാവും കേട്ടോ. 3 വിസിൽ നല്ല കപ്പയൊക്കെ വെന്ത് വരും. വേവ് കുറഞ്ഞ, അതായത് പെട്ടെന്ന് വേവാത്ത കുറച്ച് കപ്പകളുണ്ടാവും, അത് കുറച്ച് എന്താണ്, അത് 4-5 വിസിലൊക്കെ അടിക്കേണ്ടി വരും. പക്ഷേ ഇത് നല്ല കപ്പയാണ് കേട്ടോ. നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് 3 വിസിലിൽ തന്നെ വെന്ത് വരും. അപ്പോൾ ഏകദേശം ഞാനൊരു 3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. ഞാൻ കപ്പയുടെ വെള്ളം ഊറ്റുന്ന വീഡിയോ ഇതിൽ കാണുന്നില്ല. അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടായത് എന്തായാലും നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കപ്പപ്പറങ്കി മീൻസ് കാന്താരിയാണ് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും അതൊക്കെ ചതച്ചിട്ട് കറിവേപ്പിലും ചേർക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ചേർക്കാനത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ കൂടെ കടുകും വറ്റൽമുളകും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള കപ്പപ്പുഴുക്ക് റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മീൻ കറിയും കൂട്ടാം, അല്ലെങ്കിൽ ചിക്കൻ കറി, അതിൻ്റെ കോമ്പിനേഷനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അധികം കപ്പയും മീൻ കറിയാണ് കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചതച്ചിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കപ്പപ്പുഴുക്ക് ട്രൈ ചെയ്ത് നോക്കുക.